ഇന്ന് ഞാൻ കാണിച്ചു തരാനായിട്ട് പോകുന്നത് ഒരു സ്മോക്കി ഐ ഗ്ലിറ്റർ ഐ മേക്കപ്പ് ലുക്കാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐ മേക്കപ്പ് ലുക്കാണ്. ഇപ്പോൾ നിങ്ങൾ പാർട്ടി ചെയ്യാൻ പോവാണ്, വൈകിട്ടൊരു ഈവനിങ് പാർട്ടി, റിസപ്ഷനും വേണമെങ്കിൽ ചെയ്യാം. അത്രയും ഹെവി ആയിട്ടുള്ള റിസപ്ഷൻ ആണെങ്കിൽ അപ്പോഴും ചെയ്യാം. അല്ലെങ്കിൽ എസ്പെഷ്യലി പാർട്ടി ഡാൻസ് ഒക്കെ ചെയ്യാനായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഐ മേക്കപ്പ് ലുക്കാണ്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐ മേക്കപ്പ് ലുക്കാണ്. ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ലുക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. പ്രോഡക്റ്റിൻ്റെ ലിങ്കും കാര്യങ്ങളും എല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാകും. അതുപോലെ തന്നെ പ്ലെയിൻ ആയിട്ട് നിങ്ങൾക്ക് ഒരു സ്മോക്കി ആയി ലുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിലും അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാകും. ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഈ ഐ മേക്കപ്പ് ലുക്ക് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫേസസ് ക്യാനഡയുടെ ഈ ഒരു കാജലാണ്. ഇത് നമുക്ക് ഈസി ആയിട്ട് സ്മഡ്ജ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നിങ്ങൾക്കൊരു സ്മഡ്ജ് പ്രൂഫ് ലുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കാജൽ യൂസ് ചെയ്യരുത്. ഓക്കെ, പെട്ടെന്ന് സ്മഡ്ജ് ആവുന്ന ഒരു ടൈപ്പ് ഓഫ് കാജലാണിത്. ഇത് അത്യാവശ്യം നമ്മുടെ ലിഡിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കറക്റ്റായിട്ട് വരയ്ക്കണം അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുക. ഇത് നമ്മൾ എന്തായാലും സ്മഡ്ജ് ചെയ്ത് മേലേക്ക് കൊണ്ടുപോകും. അപ്പോൾ സ്മഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ മോഫിയുടെ പാലറ്റാണ്. 35G എന്ന് പറയുന്ന ഒരു പാലറ്റാണ്. അതിൽ നിന്നൊരു ബ്ലാക്ക് ഷെയ്ഡ് ഇതുപോലത്തെ ഒരു സ്മഡ്ജ് ബ്രഷിൽ എടുത്തിട്ട് ജസ്റ്റ് മേലേക്കൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊണ്ടുവരിക. നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്മഡ്ജ് ചെയ്യണം എന്നൊന്നുമില്ല. അതിങ്ങനെ കൊണ്ടുവന്ന് നമുക്കൊരു ട്രാൻസിഷൻ ലുക്ക് പോലെ കൊണ്ടുവരണം. ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്ത് മേലേക്ക് കൊണ്ടുവരും. ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐ മേക്കപ്പാണ്. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഐ മേക്കപ്പ് ഒന്നുമില്ല. ജസ്റ്റ് ഒരു 1-2 ഷെയ്ഡ്സ് വെച്ചിട്ട് ഗ്ലിറ്ററും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു ഷെയ്ഡാണ്. അതിനുശേഷം ഇതുപോലത്തെ ഒരു ഓറഞ്ചിഷ് ബ്രൗൺ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ബ്രൗൺ എടുക്കുക. ഓക്കെ, എക്സാക്ട് ബ്രൗൺ തന്നെ എടുക്കുക. എന്നിട്ട് മേലേക്ക് ഇങ്ങനെ സ്മഡ്ജ് ചെയ്ത് കൊണ്ടുവരാം. ഒരു ട്രാൻസിഷൻ ഷെയ്ഡ് പോലെ തോന്നണം. അത് ഒരു ഷെയ്ഡിൽ നിന്ന് അടുത്ത ഷെയ്ഡിലേക്ക് പോയതുപോലെ വേണം നമുക്ക് തോന്നാനായിട്ട്. ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരണം. അല്ലാതെ ഒരു വര പോലെ ഇരുന്ന് കഴിഞ്ഞാൽ അത് കാണാൻ ഭംഗി ഉണ്ടാവില്ല. അത് നന്നായിട്ട് തന്നെ സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. നല്ലോണം സമയം എടുത്ത് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം അപ്ലൈ ചെയ്ത പോലെയല്ലോ ഇപ്പം ഇരിക്കുന്നത്. അതായത് നമ്മൾ ബ്ലെൻഡ് ചെയ്യും തോറും ഇതിങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും. അത്യാവശ്യം സമയം എടുത്ത് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു സ്മഡ്ജ്ഡ് ലുക്ക് എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 3-4 ഷെയ്ഡ്സും ആഡ് ചെയ്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അതിനുശേഷം ഈ കാണുന്ന ഒരു കോപ്പറിഷ് ഷെയ്ഡ് എടുത്തിട്ട് അതും നമ്മുടെ ഐലിഡിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു ഈവനിങ് ലുക്ക് ആയതുകൊണ്ടാണ് നമ്മൾ ഗ്ലിറ്റേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നേരത്തെ ലുക്കിൽ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഡേ ലുക്കായിട്ട് ഒരു സാരിയുടെ കൂടെയോ എത്നിക് വെയർ അല്ലെങ്കിൽ വെസ്റ്റേൺ വെയറിൻ്റെ കൂടെയോ ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ലുക്കാണ്. അപ്പോൾ ഈവനിങ് ഫംഗ്ഷൻ ആകുമ്പോഴത്തേക്കും ജസ്റ്റ് ഒരു ഗ്ലിറ്റേഴ്സും പ്രസ്ഡ് ഐ ഷാഡോസൊക്കെ ആഡ് ചെയ്ത് പ്രസ്ഡ് ഗ്ലിറ്റേഴ്സ് ഉണ്ടല്ലോ അതൊക്കെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും. നമ്മൾ ലോവർ ലാഷ് ലൈനിൽ നേരത്തെ യൂസ് ചെയ്ത അതേ ബ്രഷ് തന്നെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എക്സ്ട്രാ പ്രോഡക്റ്റ് ഒന്നും എടുക്കുന്നില്ല. അതിലുള്ള പ്രോഡക്റ്റ് തന്നെ നമ്മൾ ലോവർ ഏരിയയിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി മേലെ ഭാഗത്ത് നമ്മൾ ലൈൻ ചെയ്ത പോലത്തെ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് ഷാഡോ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ. ഇനി അണ്ടർ ഏരിയയിൽ നമ്മൾ കാജലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തു, ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുത്തു. ഇതാണ് നമ്മുടെ ഫിനിഷ്ഡ് ലുക്ക് എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഈസി ഐ മേക്കപ്പ് ലുക്കാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പാർട്ടി ചെയ്യാൻ പോകണമെങ്കിലൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ലുക്കാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കുറേ ടോപ്പിക്കായിട്ടൊക്കെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.